الحمد لله الذي رحمنا من شهر رمضان النعمة الصابغة ولزمنا به من الله الحجة البالغة، وشهر جعله الله مصباح العام وواسطة النظام، وأشرك قواعد الإسلام والصيام والقيام. أنزل الله فيه كتابه وفتح فيه للطائبين أبوابا، وأوجب فيه للعالمين ثوابا، فلا دعاء فيه إلا مسموع، ولا عمل فيه إلا مرفوع، ولا خير إلا مجموع. أحمده وهو بالحمد جدير، وأستنصره وهو نعم المولى ونعم النصير. وأشهد أن لا إله إلا الله وحده لا شريك له شهادة سالمة العاقبة قائمة بحقوق الله الواجبة. وأشهد أن محمدا عبده ورسوله أرسله بالقرآن العظيم الذي أنزل في هذا الشهر المبارك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم للزكاة فاعلون. ബഹുമാനരായ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇത്രയും ദിനങ്ങളിൽ നാം ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും പോരായ്മകളും കുറവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റഹമുറാഹിമിനായ നാഥൻ നമ്മിൽ നിന്നത് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഇസ്തിഗ്ഫാറിന്റെ സന്ദർഭമാണ്. ഇസ്തിഗ്ഫാർ കൊണ്ടാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത്. ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന, അതിന് താൽപ്പര്യമുള്ള ഒരു മനസ്സും സന്ദർഭവും സമയവുമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു കബൂൽ ചെയ്യാനുള്ള, നമ്മിൽ നിന്ന് സ്വീകരിക്കാനുള്ള നിരന്തരമായ പ്രാർത്ഥനയും, കബൂൽ ചെയ്യണമെങ്കിൽ നാം ചെയ്യേണ്ട, നിർബന്ധമായും അറിയേണ്ട അതിന്റെ നിബന്ധനകൾ അഥവാ ഷർത്തുകൾ, അത് പാലിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സ് ശുദ്ധമാകണമെങ്കിൽ ഈ ഭൗതിക ലോകത്ത് അള്ളാഹു നമുക്ക് നൽകിയ ജീവിതത്തിന്റെ നിലനിൽപ്പായി, ഖിയാമൽ ലിന്നാസായി, മനുഷ്യവർഗത്തിന് അവരുടെ നിലനിൽപ്പായി നൽകിയ ധനം ശുദ്ധീകരിക്കണം. ധനത്തിന്റെ ശുദ്ധീകരണമാണ് മനസ്സിന്റെ ശുദ്ധീകരണത്തിന്റെ അടിത്തറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാത്വികനായ മനുഷ്യന്റെ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകളോടെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് റസൂൽ പറഞ്ഞല്ലോ,
എന്തൊരു പ്രാർത്ഥനയാണ്, എത്ര ആത്മാർത്ഥമായാണ് റബ്ബിനോട് അയാൾ ചോദിക്കുന്നത്. പക്ഷേ അയാളുടെ പ്രാർത്ഥന ആകാശത്തേക്ക് ഉയരുന്നില്ല. കാരണം അയാളുടെ സമ്പത്ത് ശുദ്ധമല്ല, ഹറാമ് കലർന്നതാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന വെറുതെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രത്യേകമായ ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഏത് സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ പ്രാർത്ഥനയും നമ്മുടെ ഈ മനസ്സിന്റെ തേട്ടവും നമ്മൾ ഉയർത്തിയ കൈകളും അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ, കബൂൽ ചെയ്യുന്നുണ്ടോ എന്നത് തന്നെയാണ്. നാളെ പരലോകത്ത് വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ, ഭയത്തോടെ നിൽക്കുന്ന ചില മുഖങ്ങൾ ഉണ്ടാകും. ആമിലത്തുൻ നാസിബ, ക്ഷീണിച്ച് തളർന്ന, ആമിലത്തുൻ അമൽ ചെയ്ത് ക്ഷീണിച്ച്, നെറ്റിയുടെ വിയർപ്പ് അമൽ ചെയ്ത് ക്ഷീണിച്ചവർ ആരാണ്? അവർ കേവലം ഭൗതികമായി മാത്രം അമൽ ചെയ്തവരെ കുറിച്ചല്ലത്, മറിച്ച് പരലോകത്തേക്ക് കൂടിയുള്ള അമലുകൾ അവർ ചെയ്തിട്ടുണ്ട്, ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും അള്ളാഹുവിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നാം അറിയേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല ഈ ലോകത്ത് നമുക്ക് നൽകിയ സമ്പത്ത്, അത് എത്രയും അള്ളാഹു നമുക്ക് നൽകിയത്, നിശ്ചയിച്ചത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു എത്രയാണോ നമുക്ക് അവന്റെ കിതാബിൽ നമുക്ക് രേഖപ്പെടുത്തി വെച്ചത്, അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ കണക്കിൽ പെടാത്ത ഒന്നും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. ചില ആളുകൾക്ക് അള്ളാഹു വിശാലമായി നൽകും, ചില ആളുകൾക്ക് അള്ളാഹു പരിമിതപ്പെടുത്തും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നന്നായി അധ്വാനിക്കാൻ വേണ്ടി. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഘടന പോലും രാവും പകലും മാറി മാറി വരുന്നത്. വജഅൽനൽ നഹാറ മആശ, ഓരോ പകലുകളും നിങ്ങൾക്ക് മഈശത്തിന്റെ മാർഗം അന്വേഷിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗം അന്വേഷിക്കാൻ, നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ മാർഗത്തിൽ ഇബാദത്ത് പോലും തടസ്സമാകാൻ പാടില്ല, ഇബാദത്തുകൾ പോലും തടസ്സമാകരുത് എന്നാണ് കൽപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, 4 റക്അത്ത് ളുഹർ നിർബന്ധമായി നിസ്കരിക്കേണ്ട ഒരു വ്യക്തിക്ക് അയാളുടെ ബിസിനസ് സംബന്ധമായ യാത്രയിലാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. 2 റക്അത്ത് ഇളവ് കൊടുക്കുകയാണ്. അതും 2 സമയത്ത് നമസ്കരിക്കേണ്ടവർക്ക് ഒരുമിച്ച് നമസ്കരിച്ചാൽ മതി. വലൈസ അലൈക്കും ജുനാഹുൻ അൻ തക്സുറു മിനസ് സ്വലാ, നമസ്കാരം ഖിസ്റാക്കാൻ, ചുരുക്കാൻ നിങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല. ആരോടാണിത് പറഞ്ഞത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടി യാത്ര പോകുന്ന ആളുകൾക്ക് 4 റക്അത്ത് നിർബന്ധമായും നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ദുനിയാവിന്റെ സമ്പാദനത്തിന്റെ മാർഗത്തിൽ ഇബാദത്തുകൾക്ക് പോലും ഇളവ് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് സ്വപ്നം കണ്ടത്, ഏതെങ്കിലും മാസം അല്ലെങ്കിൽ ഏത് സമയത്തും എപ്പോഴും ചോദിക്കുന്ന കൈകളല്ലാതെ നൽകുന്ന കൈകൾ ഉണ്ടാകണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കണ്ടത്. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കാണാം ബദറിൽ, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തൻ ഫഅ്മിലുഹും, അല്ലാഹുമ്മ ഇന്നഹും ഉറാഖൻ ഫക്സുഹും, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫശ്ബിഉഹും. അല്ലാഹുവേ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്, ദിവസങ്ങളായി പട്ടിണി കിടക്കുന്നവരാണ്, യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ലാത്തവരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, നൽകണം പടച്ചോനെ. ധന്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. വളർന്നു വരുന്ന മുസ്ലിം സമൂഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ സ്വപ്നമാണത്, റസൂലുള്ളാഹിന്റെ സങ്കല്പമാണത്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. നന്നായി ധന്യമായി ജീവിക്കുന്ന, എന്നും ആരുടെയെങ്കിലും ഔദാര്യം കാത്ത്, എന്നും ആരുടെയെങ്കിലും സഹായം തേടി, എന്നും അങ്ങനെ ജീവിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോടെ ജീവിക്കാൻ, എന്നും അഭിമാനത്തോടെ ജീവിക്കാനാണ് ഒരു മുസ്ലിം ശ്രമിക്കേണ്ടത്. എന്നിട്ട് അനുവാദം നൽകുകയാണ് സമ്പാദിക്കാൻ. പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥന മാത്രമായി ഇരുന്ന, പ്രാർത്ഥനയും ഇബാദത്തും മാത്രമായി പള്ളിയിൽ ചടങ്ങിച്ചു കൂടിയ ചില ആളുകളോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, ഉമർ ഖത്താബ്, നിങ്ങൾ എന്താ വിചാരിച്ചത്? അള്ളാഹു ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയും നിങ്ങൾക്ക് ഇറക്കിത്തരുമെന്ന് വിചാരിച്ചോ? നിങ്ങൾ ഇറങ്ങിച്ചെന്ന് അധ്വാനിക്കാൻ വേണ്ടി പറയാണ്. പള്ളിയിൽ ഇബാദത്ത് ചെയ്യാൻ, പള്ളിയിൽ വരികയും ഇബാദത്ത് ചെയ്യുകയും ധാരാളം സമയം പള്ളികളിൽ ചെലവഴിക്കുകയും അതോടൊപ്പം തനിക്കും തന്റെ കുടുംബത്തിനുമുള്ള ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടി
പരിശ്രമിക്കുകയും ചെയ്യണം. വൈദാ ഖുളിയത്തിസ് സ്വലാ, വെള്ളിയാഴ്ച ജുമുഅക്ക് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫന്തശിറൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കണം. പള്ളിയിൽ ജുമുഅക്ക് വന്ന് ജുമുഅ കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്, അള്ളാഹു ഭൂമിയിൽ ഒരുക്കി വെച്ചവന്റെ ഫളിലുണ്ട്, അവന്റെ ഔദാര്യമുണ്ട്. അത് നിങ്ങൾ ആ സമ്പത്ത് തേടി നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളട്ടെ. അള്ളാന്റെ കൽപ്പന. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം ഓതുന്ന സൂറത്താണ് സൂറത്ത് ജുമുഅയിൽ അള്ളാഹു തആല പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഒരാളുടെയും 5 കാശ് നഷ്ടപ്പെടുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. വലാ തുഅ്തു സുഫഹാഅ അംവാലക്കും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ, ജനങ്ങളെ നിലനിൽപ്പിന് ആധാരമായ സമ്പത്ത് നിങ്ങൾ സുഫഹായികൾക്ക് വിട്ടുകൊടുക്കരുത്. ആരാണ് സുഫഹായികൾ? സമ്പത്തിന്റെ മൂല്യമറിയാത്ത, സമ്പത്ത് ചിലവഴിക്കാൻ എങ്ങനെ ചിലവഴിക്കണം എന്നറിയാത്ത കുട്ടികളാകട്ടെ, സ്ത്രീകളാകട്ടെ, മറ്റാളുകളാവട്ടെ, ആരാവട്ടെ, സമ്പത്തിന്റെ മൂല്യമറിയാത്ത സുഫഹായികൾക്ക് അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. നഷ്ടം വരാനല്ല കച്ചവടം ചെയ്യേണ്ടത്, ലാഭം കിട്ടാനാ. അന്യായമായ ലാഭമല്ല, അർഹമായ ലാഭം കിട്ടാൻ. നഷ്ടം വരുന്ന കച്ചവടമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ലാഭം ഉണ്ടാകുന്ന കച്ചവടം ചെയ്യണം. മൻ ദാറൻ ഔ അഖാറൻ ഫലം യജിഅൽ സമനഹു ബിമിത്ലിഹി കമീറൻ ഔ അല്ലാ യുബാരിക് ഫീഹി, ഒരാൾ ഒരു പറമ്പ് വിറ്റു, ഒരു ഭൂമി വിറ്റു, ഒരു പാടം വിറ്റു, എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വന്നൊരു വലിയ സമ്പത്ത്, ഒരു വലിയ തുക, അത് നിങ്ങൾ കാശായിട്ട് ഉപയോഗിച്ചാൽ എങ്ങനെ പോയി, എവിടെ പോയി, എങ്ങനെ തീർന്നു അറിയില്ല. അതുകൊണ്ട് മിത്ലിഹി കമീറൻ, ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? തുല്യമായ ഒരു വിലക്കുള്ള ഒരു മുതൽ വാങ്ങിയിടണം. ഔ അല്ലാ യുബാരിക് ഫീഹി, അല്ലെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവൂല, ഒരു പറമ്പ് നിങ്ങൾ വിറ്റാൽ ഉടനെ തന്നെ അതിൽ കിട്ടിയ ലാഭമുണ്ട്, മറ്റൊന്ന് വാങ്ങിയിട്ട് മറ്റൊരു കെട്ടിടം, മറ്റൊരു കച്ചവടം, ഒരു കച്ചവടം നിങ്ങൾ വിറ്റു, പിന്നെ കുറെ കാലം നടക്കല്ല വേണ്ടത്, പെട്ടെന്ന് ആ വിറ്റ കാശുകൾ മറ്റൊരു കച്ചവടം തുടങ്ങട്ടെ. ഇല്ല എങ്കിൽ ഔ അല്ലാ യുബാരിക് ഫീഹി, അതിൽ ബർക്കത്ത് കിട്ടൂല, അതിൽ പുരോഗതി കിട്ടില്ല. ഇങ്ങനെ ഇസ്ലാം എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം അതൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഒട്ടകത്തെ കെട്ടിയിടാതെ ഒട്ടകം കളവുപോയി. ഒട്ടകം ഒരു വലിയ സമ്പത്താണ് ഒട്ടകം. ഒരു ഒട്ടകം നഷ്ടപ്പെട്ടുപോയി, കളവ് പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകമുണ്ടെങ്കിൽ ആ ഒട്ടകത്തെ കെട്ടിയിടണം. നോക്കൂ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ഒട്ടകമാകട്ടെ, മാടാവട്ടെ, ആടാവട്ടെ, റോട്ടിലൂടെ ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നടന്ന് അന്യന്റെ മുതലുകൾ തിന്ന് ആളുകൾ ആട്ടിത്തെളിച്ച് ശപിച്ചു പറഞ്ഞ് അങ്ങനെ മുതലുണ്ടാകാൻ പാടില്ല. അത് ആടാണെങ്കിലും ശരി, ഒട്ടകമാണെങ്കിലും ശരി, ഭൂമിയിലൂടെ ഇങ്ങനെ റോട്ടിലൂടെ അത് നടന്ന് അന്യന്റെ വിള തിന്ന് അവിടുന്ന് ആട്ടി ഓടിച്ച് മറ്റവൻ ശപിച്ച് ഇപ്പുറം വാഹനത്തിൽ കുടുങ്ങി ആട്ടുകാർക്ക് ശല്യമായി, ഇങ്ങനൊരു മുതലുണ്ടാകാൻ പാടില്ല. ഒരു സമ്പത്തിന് മനുഷ്യനുണ്ടാകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് സമ്പത്താണെങ്കിലും ശരി. അപ്പൊ ഒരു ഒട്ടകത്തെ കെട്ടിയിടാതെ റസൂൽ പറഞ്ഞു, കെട്ടിയിടണം എന്നിട്ടാ പറയേണ്ടത്. മോഷണം പോയി. ഇപ്പൊ കഴിഞ്ഞ 2 വെള്ളിയാഴ്ച മുമ്പ് ഇവിടെ പറയാൻ വിട്ടുപോയതാണ്. കഴിഞ്ഞ 2 വെള്ളിയാഴ്ച മുമ്പ് ഒരു കത്ത് കിട്ടിയിരുന്നു പള്ളിയിലെ ഖത്തീബിന്. എന്താ? ഈ നാട്ടിലെ പ്രദേശത്തെ ആളുകൾ ഒരുമിച്ച് കൂടി കമ്മിറ്റി ഉണ്ടാക്കി തന്ന കത്ത പള്ളികളിൽ പറയാൻ. എന്താ? മോഷണം പെരുകുന്നു പ്രദേശത്ത്. തീരദേശത്ത് കെട്ടിയിട്ട തോണികളും വലകളും മറ്റ് ജീവിതോപാധിയായി തീർന്ന മറ്റ് വസ്തുക്കളുമൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കളവ് പോകുന്നു, മോഷണം പെരുകുന്നു. അതുകൊണ്ട് ഖത്തീബുമാർ ഉത്ബോധിപ്പിക്കണം ആ കത്തിലുള്ളത്. ഈ പ്രദേശത്തിന്റെ വുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച മുമ്പ് പള്ളിയിൽ കിട്ടിയ കത്ത ഓർമ്മപ്പെടുത്തണം. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്നവർ മോഷ്ടിക്കൂല, അവരോടത് പറയേണ്ടത്. പിന്നെ പള്ളിയിൽ മോഷ്ടിക്കാൻ വരുന്ന, നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരല്ലല്ലോ, നിസ്കരിക്കാൻ വരുന്നവർ മോഷ്ടിക്കില്ല. പള്ളിയിൽ ചില ആൾക്കാർ വരും, അവർ നിസ്കരിക്കാൻ വരുന്നവരല്ല. നിസ്കരിക്കാൻ വരുന്നവർ, അവർ മോഷ്ടിക്കാൻ വരുന്നവർ മോഷ്ടിച്ചു പോകും. അത് ചെരുപ്പാണെങ്കിൽ എന്താണെങ്കിലും ശരി. പള്ളിയിൽ വരുന്നവർ നിസ്കരിക്കാൻ വേണ്ടി വരുന്നവരാണ്. അപ്പൊ അതല്ലാത്തവരുണ്ട് പുറത്ത്. അപ്പൊ മോഷണം, സമ്പത്ത് നഷ്ടപ്പെടാൻ റസൂൽ പറയാ, സൂക്ഷിക്കണം. വീട്ടിലെ ഒരേ ഒട്ടകം എന്ന് പറഞ്ഞാൽ വെറും സമ്പത്ത് മാത്രം, വാഹനമാണ്, ഉപയോഗിക്കുന്ന വാഹനമാണ്, യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വാഹനത്തിന്റെ കളവ് പെരുകുന്നു. അവ വീട്ടിൽ കാറുണ്ട്, ബൈക്കുണ്ട്, എന്ത് വേണം? പൂട്ടിവെക്കണം. അശ്രദ്ധമായി ഉപയോഗിക്കരുത്, അത് നഷ്ടപ്പെട്ടു പോകും. അത് വലിയ സമ്പത്തിന്റെ വിഹിതം കൊടുത്ത് വാങ്ങിയതാണ്, അല്ലാഹ് ഹലാലാക്കിയ കാര്യമാണ്. ദുനിയാവിന്റെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന ഹസനത്തിൽപ്പെട്ട ഒന്നാണ് വാഹനം എന്നത്. നഷ്ടപ്പെടാൻ പാടില്ല. ഗേറ്റ് പൂട്ടണം, വാഹനം പൂട്ടിയിടണം, നഷ്ടപ്പെടാൻ പാടില്ല.
ഇനി കൊള്ളസംഘം വന്നു. എന്താ കൊള്ളസംഘത്തിന് പുറത്ത് കക്കൽ മാത്രമല്ല, ആളുപദ്രവിക്കും. രാത്രി വന്നു, അതാ തന്റെ സമ്പത്ത് തടയുന്ന മാർഗത്തിൽ കൊള്ളസംഘത്തിന്റെ വെട്ടുകിട്ടി മരണപ്പെട്ടാൽ ഈമാനുണ്ട്, അത് ഷഹീദിന്റെ പദവിയാണ്. നോക്കൂ നിങ്ങൾ, തന്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന മാർഗത്തിൽ മരണപ്പെട്ടാൽ ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ സമ്പത്ത് തടയുന്ന മാർഗത്തിൽ, സംരക്ഷിക്കുന്ന മാർഗത്തിൽ മരണപ്പെട്ടവന് ഷഹീദിന്റെ പദവിയാണ് ഇസ്ലാം നൽകിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു 5 കാശും ഒരു മുസ്ലിമിന് നഷ്ടപ്പെടാൻ പാടില്ല. അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത് വഫി അംവാലിഹിം ഹഖ്ഖുൻ, അവരുടെ സമ്പത്തിൽ ഹക്കുണ്ട്. ഹക്ക് എന്ന വാക്ക് ഒരു മുസൽമാന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരാന്റെ ഹക്ക് നമ്മൾ പറയാറുണ്ട്. വഫി അംവാലിഹിം, അവരുടെ സമ്പത്തിലുണ്ട് ഹഖ്ഖുൻ, അവകാശമുണ്ട്. ലിസ്സാഇൽ വൽ മഹ്റൂം, ഖുർആൻ പറഞ്ഞല്ലോ. അവകാശികളെ എന്താണ്? ആ അവകാശികൾക്ക്, ചില അവകാശികൾക്ക് നിങ്ങളെ സമ്പത്തിൽ ഹക്കുണ്ട്. ആരാന്റെ ഹക്ക്? അതാണ് 2.5% സക്കാത്ത്. അന്യന്റെ ഹക്ക് അത് കൊടുക്കണം, അത് വീട്ടണം, നിർബന്ധമാണ്. സക്കാത്ത് കൊടുക്കാതെ സ്വതക്ക കൊടുത്തിട്ട് കാര്യമില്ല. ഒരാള് ഫർള് നിസ്കരിക്കൂല, സുന്നത്ത് മാത്രം നിസ്കരിക്കുന്ന ഒരാള് ളുഹർ നിസ്കരിക്കൂല, ളുഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കും. എന്താ കാര്യം? ളുഹർ നിസ്കരിച്ചവനാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. സക്കാത്ത് കൊടുക്കാത്തവൻ സ്വതക്ക കൊടുത്തിട്ട് എന്താ കാര്യം? 2% സക്കാത്ത് കൊടുക്കേണ്ട വിധം, കൊടുക്കേണ്ട ഇടത്ത് ഇസ്ലാം പഠിപ്പിച്ച പോലെ കൊടുക്കണം. സക്കാത്ത് കൊടുക്കാത്ത മുതലാണ് ഹറാമ്, തട്ടത് ഹറാമാണ്, പലിശ ഹറാമാണ്. ഇതൊക്കെ ഹറാമിന്റെ മുതലാ. ഹറാമിന്റെ മുതലിൽ 1-ാം സ്ഥാനം ഏതാ? സക്കാത്ത് കൊടുക്കാത്ത മുതൽ. അത് മറ്റേ മുതലിനോട് ചേർന്നാൽ മറ്റേ മുതലും ഹദീസാണ്. കേട് വന്നു, നഷ്ടപ്പെട്ടു, അതും നിഷിദ്ധമാണ്, ഹറാമാണ്. ബാക്കിയുള്ള 96% ഹറാമായി. ഈ ഹറാം അതിലേക്ക് ചേർന്നാൽ അപ്പൊ എന്ത് ചെയ്യണം? വേഗം ഈ 2.5% കൊടുത്തു കൂട്ടണം. 2.5% ഉള്ളൂ, അത് കൊടുക്കണം. ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? ഈമാനുള്ള ആളുകളെ പറ്റി പറയണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സൂറത്ത് മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായം. ആരാ മുഅ്മിനുകൾ? എപ്പോഴാണ് ഒരാൾ മുഅ്മിനാ തീരുമാനിക്കുക? മരിക്കണ സമയത്താണ്. അതുവരെ നിങ്ങൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി, മുഅ്മിനാന്ന് പറയണ്ട. നിങ്ങൾ മുസ്ലിമാന്ന് പറയാം, മുഅ്മിനാന്ന് പറയണ്ട. ഒരാൾ മുഅ്മിനാണോ എന്ന് തീരുമാനിക്കൽ എപ്പോഴാണെന്നറിയോ? ഈമാൻ കിട്ടി മരിക്കാനുള്ള സഹായം കിട്ടുമ്പോഴാണ്, മരിക്കുന്ന സമയത്ത് തീരുമാനിക്കുക. അള്ളാഹ് പറയാ, അങ്ങനെ ആഗ്രഹം ഉണ്ടോ എങ്കിൽ ഖദ് അഫ്ലഹ, അവനാ വിജയിച്ചവൻ. എന്നിട്ട് അവന്റെ സ്വഭാവം എങ്ങനെ പറഞ്ഞു? അവർ ആരാണ്? വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. എന്താ ഫാഇലൂൻ എന്ന് പറഞ്ഞാല്? ലിസ്സകാത്തി ഫാഇലൂൻ, ലിസ്സകാത്തി ഫാഇലൂൻ, സക്കാത്ത് കൊടുക്കുന്നു എന്നല്ല പറഞ്ഞത്. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. എന്താ ഫാഇലൂൻ എന്നാല്? പ്രവർത്തിക്കുന്നവൻ. ഫാഇൽ, അതിന്റെ ബഹുവചന ഫാഇലൂൻ. സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണവർ മുഅ്മിനുകൾ. സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ എന്നല്ല. വല്ലദീന ഹും ലിസ്സകാത്തി, വല്ലദീന യാതൊരു കൂട്ടർ, ഹും അവർ, ലിസ്സകാത്തി സക്കാത്തിന് വേണ്ടി, ഫാഇലൂൻ പണിയെടുക്കുന്നവരാണ്. ആരാ ചെയ്യാ? അവനാണ് സക്കാത്ത് ആദ്യം കൊടുക്കും. എന്നിട്ട് സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ സക്കാത്തിനെ പറ്റി പറയുന്നത് സക്കാത്ത് കൊടുക്കേണ്ട പ്രത്യേക മാസമൊന്നുമല്ല. പിന്നെ ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ധനം ശുദ്ധീകരിക്കണം, അല്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹ് കബൂൽ ചെയ്യില്ല. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അതല്ല സക്കാത്ത് പറയേണ്ട മാസമാണ് റമളാൻ മാസം എന്നാരും വിചാരിക്കരുത്. സക്കാത്ത് കൊല്ലം തികയുമ്പോൾ അതിന്റെ കണക്ക് ഏത് മാസം, ശഅബാനാണെങ്കിലും റജബാണെങ്കിലും എപ്പോഴാണെങ്കിലും ആ സക്കാത്ത് കൊടുത്തിരിക്കണം. അതിന് നിസാബ് തികയുമ്പോൾ കൊടുക്കേണ്ട സമയമാകുന്ന സമയത്ത് കൊടുത്തിരിക്കണം. കൃത്യമായി അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു സമ്പത്ത് കൊടുത്തവനെ പ്രത്യേകം ആദരിച്ചതുമല്ല, അത് കുറച്ചു കൊടുത്തവനെ നിന്ദിച്ചതുമല്ല. അള്ളാഹ് പറഞ്ഞല്ലോ, വഅമ്മൽ ഇൻസാനു ഇദാ മബ്തല. അള്ളാഹു തആല ചില ആൾക്കാരെ പരീക്ഷിക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു, റബ്ബി അഹാനൻ, എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചു എന്ന്. അത് പറയാൻ പാടില്ല എന്നുള്ള പറഞ്ഞത്. പറയാൻ പാടില്ല. ചില ആൾക്കാർ പറയും അങ്ങനെ, സമ്പത്ത് കുറച്ച് കുറഞ്ഞു, അള്ളാഹ് സാധാരണ എല്ലാവർക്കും കൊടുത്ത പോലെ കൊടുത്തില്ല, കുറച്ച് കുറവാ കൊടുത്തത്. അപ്പൊ അവൻ പറയും, എന്നെ അള്ളാഹ് അപമാനിച്ചു എന്ന്. എന്നാലോ സമ്പത്തിന് അവന് കിട്ടി, പെട്ടെന്ന് നല്ലൊരു
ഒരു ലാഭം ഉണ്ടായി, വരുമാനം ഉണ്ടായി, സമ്പത്ത് കൂടി. അപ്പോ അവൻ പറയും അക്രമഹു വനഅമഹു, എന്നെ ആദരിച്ചു ബഹുമാനിച്ചു എന്ന് പറയും. കണ്ടോ, റബ്ബി അക്രമൻ. അള്ളാഹു നിയമത്ത് കൊടുത്ത് ആദരിച്ചാൽ അവന് പറയും റബ്ബി അക്രമൻ, എന്റെ റബ്ബെന്നെ ആദരിച്ചു എന്ന് പറയും. അപ്പോ കിട്ടിയത് ആദരിച്ചതുമല്ല, തടഞ്ഞത് നിന്ദിച്ചതുമല്ല. അള്ളാഹ് പറയാ, മറിച്ച് എന്താണ്, ഇന്ന റബ്ബക യബ്സുത്തു റിസ്ക ലിമൻ യശാ വയഖ്ദിർ. അള്ളാഹ് അത് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കും, ചില ആൾക്കാർക്ക് പരിമിതപ്പെടുത്തും. എന്തിനാണ്? ഈ കൂടുതൽ കിട്ടിയവൻ അവന്റെ അവകാശം ഇവനുണ്ട്, അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അടച്ച ഏൽപ്പിച്ചു കൊടുത്തതാണ് അവകാശികൾക്ക് കൊടുക്കാൻ. സക്കാത്ത് ഖുർആൻ 27 സ്ഥലത്ത് പറഞ്ഞപ്പോ സ്വതക്ക 67 സ്ഥലത്ത് പറഞ്ഞു. 67 പര സ്ഥലം സ്വതക്ക കൂടുതൽ പറഞ്ഞത്, സക്കാത്ത് കുറച്ചേ പറഞ്ഞുള്ളൂ. കാരണം എന്താ, നമുക്കൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. എന്റെ കുടുംബത്തിൽ കുഴങ്ങികളുണ്ട്, അയൽവക്കത്ത് പാവങ്ങളുണ്ട്, കുടുംബത്തിൽ യത്തീമുണ്ട്, ഓർക്ക് സക്കാത്ത് കൊടുത്തൂടെയെന്ന്. അതിനാണ് സ്വതക്ക 97%. 2.5% ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം. ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം. അതാണ് സക്കാത്ത് കമ്മിറ്റി. അത് കൃത്യമാണ്. ആ കൃത്യമായ കണക്ക് വേണം. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പള്ളിയിൽ കൃത്യമായി അത് നടക്കുന്നു, വ്യവസ്ഥാപിതമായി നടക്കുന്നു. കഴിഞ്ഞ വർഷം റമദാനിൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ കണക്ക് വായിച്ചിരുന്നു. ഈ വർഷത്തെ അതിനുശേഷം ഉണ്ടായ സക്കാത്തിന്റെ കണക്ക് കൃത്യമാണ്. 1,14,186 രൂപയാണ് നമ്മുടെ ഈ പള്ളി ഇവിടെയുള്ള സക്കാത്തിൽ ബൈത്തുൽ മാലിൽ വരവ് വന്നത്. ചെലവ് വന്നത് 1,13,340 രൂപയാണ് ചെലവ് വന്നത്. ബാക്കി 846 രൂപ ബാക്കിയുണ്ട്. കൃത്യമാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും സക്കാത്ത് നടക്കണം, കൃത്യമായി സക്കാത്ത് നടക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതാ എന്റെ അയൽപക്കത്ത്, എന്റെ കുടുംബത്തിൽ ആ സക്കാത്തിന്റെ 7 അവകാശികളുണ്ടല്ലോ, ആ അവകാശികൾക്ക് കൊടുക്കുക. അത് ആരാണോ ആ സമയത്ത് കൂടുതൽ അവർക്ക് കൊടുക്കും. അത് കമ്മിറ്റി കൂടി തീരുമാനിക്കുക. അതാണ് ആമിലീന അലൈഹ. സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ചില ആൾക്കാരുണ്ട്, സാധുക്കളായിരിക്കും, അവർക്ക് ഈ 7 അവകാശം കൊടുക്കണം. 7 വിഭാഗത്തിന് വിഭാഗം അവരെ. അപ്പം പിടിച്ചു വാങ്ങാൻ ഖുദു മിൻ അംവാലിഹിം സ്വദഖ. ഈ സ്വദഖ സക്കാത്ത നിങ്ങൾ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങണം. ഖുദു മിൻ അംവാലിഹിം, മുതലിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ അവകാശം. തുതഹിറുഹും വതുസക്കീഹിം, എന്നിട്ട് അവരെ ശുദ്ധീകരിക്കണം, വൃത്തിയാക്കണം. തുസക്കീഹിം, കണ്ടോ, അവരെ ശുദ്ധീകരിക്കണം. വതുതഹിറുഹും, അവരെ കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കട്ടെ. സക്കാത്ത് കൊടുക്കുമ്പോൾ അത് വൃത്തിയാവുള്ളൂ. മുതൽ വൃത്തിയാകണമെങ്കിൽ, മുതൽ ശുദ്ധമാകണമെങ്കിൽ 2% സക്കാത്ത് കൃത്യമായി കൊടുക്കണം. അഖീമുസ്സലാ വആതു സക്കാ. എന്നിട്ട് പറഞ്ഞു സക്കാത്ത് കൊടുക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അഖീമുസ്സലാ വആതു സക്കാ ചേർത്ത ഖുർആൻ എത്ര തവണ? നിരവധി തവണ. നിസ്കാരം നിലനിർത്താൻ സക്കാത്ത് കൊടുക്കണം. ഏതെങ്കിലും ഒന്ന്, ഒരാൾ കൃത്യമായി നിസ്കരിക്കും, സക്കാത്ത് കൃത്യമല്ലെങ്കിൽ ഈ നിസ്കാരം കൃത്യമല്ല. കൃത്യമായി നിസ്കരിക്കുന്നവന്റെ സക്കാത്ത് കൃത്യമല്ലെങ്കിൽ നിസ്കാരം കൃത്യമല്ല. അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവൻ അള്ളാഹ്ക്ക് നന്മ ചെയ്യണം, അള്ളാഹ്ക്ക് നന്മ ചെയ്യുന്ന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. രണ്ടുണ്ടെങ്കിൽ അള്ളാഹ് ഈ കബൂൽ ചെയ്യുള്ളൂ. ഇതേപോലെയാണ് നിസ്കാരം സക്കാത്തും. അത് വാങ്ങിയിട്ട് കൊടുക്കണം. അതുകൊണ്ട് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, മനുഷ്യന്റെ അവസ്ഥ മനസ്സെങ്ങനെയെന്നറിയോ? അതിങ്ങനെ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, എണ്ണിക്കണക്കാക്കും, ഒരുമിച്ച് കൂട്ടും. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ വിചാരിക്കുന്നത് ഈ സമ്പത്ത് അവനെ ഇവിടെ സാക്ഷരമാക്കുമെന്നാണ്. വതഅകുലുന തുറാസ അക്ലൻ ലമ്മ, തുറാസാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. മീറാത്ത്, തുറാത്ത്, അനന്തര സ്വത്ത്, വാപ്പറ്റേച്ചുപോയ സ്വത്ത്, പൂർവികന്മാർ തന്നത്. വതഅകുലുന തുറാസ അക്ലൻ ലമ്മ, അല്ലാഹ് പറയാണ് ഈ അനന്തര സ്വത്ത് ആകെ അടക്കിക്കൂട്ടി തിന്നാണ്. അക്ലൻ ലമ്മ എന്ന് പറഞ്ഞാലതാ. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, മുതലിനെ വല്ലാതെ സ്നേഹിക്കാണ്, പരിധി വിട്ട് സ്നേഹിക്കാണ്, കണക്കില്ലാതെ സ്നേഹിക്കാണ്. മുതലിനോട് വല്ലാത്ത ഇഷ്ടം, പഠിപ്പിച്ച പറഞ്ഞ ഇഷ്ടം മതി, അതിലപ്പുറം ഇഷ്ടം വേണ്ട, വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. കല്ലാ ഇദാ ദുഃഖത്തിൽ അർദക്കന്തക്ക, കാരണം ഭൂമി പൊടിപൊടിക്കും, ഇതൊന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് സമ്പത്ത് പരീക്ഷണമാണ്, വിപത്താണെന്ന് പറഞ്ഞു. എന്താ കാരണം? 2 കാര്യമുണ്ട്. നമ്മളെ സമ്പത്ത് നമുക്ക് തന്നെ വിപത്തായി മാറും. ഉണ്ടാവരുതല്ലോ. സമ്പത്ത് എന്തിനാ? നമുക്ക് സന്തോഷം ഉണ്ടാകാനാണ്. അത് വിപത്തായി മാറൽ 2 കാര്യമാണ്. ഒന്ന്, അസൂയ വരും, അസൂയ വരും. അതുകൊണ്ട് പറഞ്ഞു, വാപ്പി ഉമ്മ എങ്ങനെയൊക്കെ മരിച്ചു കിട്ടാൻ വേണ്ടി മക്കൾ ആഗ്രഹിക്കും. എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ സമ്പത്തിൽ നിന്ന് വസിയത്ത് ചെയ്യുകയാണെങ്കിൽ 3-ൽ 1 വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. ചില വാപ്പാരും ഉമ്മാരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളെ പേരിൽ സ്വത്തൊക്കെ എഴുതി കൊടുക്കും. അല്ലെങ്കിൽ വീട് വാപ്പാന്റെ ഉമ്മാന്റെ മരണശേഷം മക്കൾക്ക് എഴുതി കൊടുക്കും.
വാപ്പാന്റെ ഉമ്മാന്റെ മരണശേഷം ആ മക്കൾ പിന്നെ ഈ വാപ്പിമ്മ മരിച്ചിട്ട് എന്താ പണിയെടുക്കുക, അതാ ചെയ്യാം അവരാഗ്രഹിക്കും. ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണിതൊക്കെ. എത്ര മാതാപിതാക്കളാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കുരുത്തക്കട് കളിച്ചിട്ട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയപ്പോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, എത്ര വയസ്സ്, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയപ്പോ ഇവന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ വാപ്പ പറയാ, സാറേ നിങ്ങളോട് ഇതല്ലേ ചെയ്തിട്ടുള്ളൂ, ഇന്നലെ അവൻ എന്നോട് പറഞ്ഞ വാക്കുകൾ കേൾക്കണോ? ഇന്നലെ ഞാനൊരു കാര്യത്തിൽ അവനെ ചീത്ത പറഞ്ഞപ്പോ ശാസിച്ചപ്പോ എന്നോട് പറയാ, ഇന്റെ വിഹിതം കിട്ടി എന്നാൽ ഞാൻ പൊയ്ക്കോളാന്ന്. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇന്റെ വിഹിതം കിട്ടി എന്നാൽ ഞാൻ പൊയ്ക്കോളാന്ന് വാപ്പാരോട് പറഞ്ഞത്രേ. 13 വയസ്സുള്ള കുട്ടി. ഇതാണ് കാലഘട്ടം. അതുകൊണ്ട് ഇസ്ലാം പ്രായോഗികമായി പഠിപ്പിച്ചു, ഈ സമ്പത്ത് കൊണ്ട് ഒരിക്കലും ദുരിതമുണ്ടാകരുത്, ഒരിക്കലും കഷ്ടപ്പാടുകൾ ഉണ്ടാവരുത്, ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാകരുത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ച മതം. ഇസ്ലാം പഠിപ്പിച്ച ഈ ദീന് പഠിപ്പിച്ച തത്വശാസ്ത്രം അതാണ്. ഇത് എഴുതിയിട്ടാണ് നോബൽ സമ്മാനം കിട്ടിയത്. അമർത്യ സെന്നിന് നോബൽ സമ്മാനം കിട്ടിയത് എന്തിനാ? ഇസ്ലാമിന്റെ സക്കാത്ത് അവതരിപ്പിച്ചത്. പാകിസ്ഥാൻകാരന് മെഹബൂബുൽ ഹക്കിന് സാമ്പത്തിക ശാസ്ത്രം നോബൽ സമ്മാനം കിട്ടിയത് ഇസ്ലാമിന്റെ സക്കാത്ത് അവതരിപ്പിച്ചതാ കിട്ടിയത്. സക്കാത്ത് വളർച്ച പുരോഗതിയാണ്. 26 അന്ന് ലക്കോട്ടിലിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ആചാര്യ കൊടുക്കുന്ന അതല്ല സക്കാത്ത്. ലക്കോട്ട് ഇങ്ങനെ വിതരണം ചെയ്യലല്ല സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞ വളർച്ചാണ്. റിബ, പലിശക്ക് അറബിൽ എന്താ പറയാ? പലിശക്ക് അറബിൽ റിബ എന്നാ പറയാ. അതും വളർച്ചയാണ്. അതിന്റെ അർത്ഥം വളർച്ചാനാ, സക്കാത്തിന്റെ അർത്ഥം വളർച്ചാനാ. രണ്ടാ. റിബ പലിശ കൊണ്ടും വളരും, പക്ഷെ അതുകൊണ്ട് മനുഷ്യൻ മുടിയും. ഒരിക്കലും ലാഭം ഉണ്ടാവില്ല, പരാജയം ഉണ്ടാവുള്ളൂ. ഒരു വ്യക്തിയാണെങ്കിലും ഒരു രാജ്യമാണെങ്കിലും ഒക്കെ പലിശയിൽ അധിഷ്ഠിതമാണെങ്കിൽ ആ രാജ്യം മുടിയും, ആ വ്യക്തി മുടിയും. ദുനിയാവങ്ങനെ ഉണ്ടാകും. പലിശ കൊടുത്താലും ലാഭം ഉണ്ടാകുക, വളർച്ച ഉണ്ടാകുക. റിബ എന്ന് പറഞ്ഞാൽ പലിശക്ക് അറബിയിൽ റിബ എന്ന് പറയാം. റിബ എന്ന വാക്കിന്റെ അർത്ഥം വളർച്ചാണ്. ആ വളർച്ചല്ല. സക്കാത്ത് എന്താ അതിന്റെ അർത്ഥം? വളർച്ചാണ്, ശുദ്ധീകരണം, വളർച്ച, ഇതൊക്കെ അതിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെ സക്കാത്ത് കൊണ്ട് വളരുക? എന്നും വാങ്ങണവരും ഒരു കൂട്ടരും, എന്നും കൊടുക്കണവരും ഒരു കൂട്ടരും അല്ല. ഈ സക്കാത്ത്, ഈ മഹലിലെ സക്കാത്തൊക്കെ 2.5% പള്ളിയിൽ വന്നു. ഇവിടുന്ന് കൂടി തീരുമാനിച്ചു, നമ്മളെ പള്ളിയിൽ വരുന്നൊരു പാവം അവനൊരു കച്ചവടം ചെയ്യാൻ തുടങ്ങി കൊടുക്കാം. ഒരു കച്ചവടം ഇട്ട് കൊടുത്തു. അവൻ പിറ്റേ കൊല്ലം ആ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്ന ഒരാളായി മാറി. കച്ചവടം നടത്തി ആ കച്ചവടത്തിൽ വരുമാനം ഉണ്ടായി, സക്കാത്ത് കൊടുക്കുകയാണ്. കച്ചവടത്തിന്റെ സക്കാത്ത് ഒരാൾ പോയി. ഇങ്ങനെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാഞ്ഞിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് കൊടുത്തയച്ചത്. വളർച്ച വേണം. നമ്മുടെ നാട്ടിൽ എന്നും വാങ്ങണൊരു കൂട്ടരും കൊടുക്കണൊരു കൂട്ടരും ആയത് സക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ച പോലെ അല്ലാത്തോണ്ടാണ്. മാറി വരണം. അപ്പൊ എന്ത് ചെയ്യും? പാവങ്ങൾ ഇല്ലാതെയാകും, കഷ്ടപ്പെടുന്നവരില്ലാതെയാകും, സമൂഹത്തിൽ നിന്ന് ഓരോ സക്കാത്തിന് അവകാശം ഇല്ലാതെയായി വരും. നാടിന് പുരോഗതി ഉണ്ടാവും, വളർച്ച ഉണ്ടാവും. ഇസ്ലാം പറഞ്ഞിടത്തേക്ക് വരാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഒന്നാമത്തത് ഇതിന്റെ പേരിൽ വിപത്താകൽ, അസൂയ ഉണ്ടാകുമ്പോഴാണ്. രണ്ടാമത്തെ കാര്യം സംശയം ഉണ്ടാകും ഇതിന്റെ പേരിൽ. അതാണ് കൂട്ട് ബിസിനസ്സിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതാണ് സംശയങ്ങൾ ഉണ്ടായാൽ, സാമ്പത്തിക രംഗത്ത് സംശയം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അത് തീർന്നു. അതുണ്ടാകാൻ പാടില്ല. അതും സൂക്ഷിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അപ്പൊ സക്കാത്ത് നൽകുന്നതിലൂടെ ധനം ശുദ്ധീകരിക്കും, പാവപ്പെട്ടവന്റെ ജീവിതം ധന്യമാകും, സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട യാചന എന്ന ഏർപ്പാട് ഇല്ലാതെയാകും. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചുള്ള കാര്യം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നൽകാതെ നിങ്ങൾ പിടിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതിനാണെന്ന് വിചാരിക്കണ്ട. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന. സക്കാത്ത് കൊടുക്കാതെ പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കുന്നത് നല്ലതിനാണെന്ന് വിചാരിക്കണ്ട. നാളെ പരലോകത്ത് ആ വസ്തുക്കൾ കൊണ്ട് നിനക്ക് ചൂട് വെക്കപ്പെടും. നരകത്തിലിട്ട് അന കൻസുക വമാലുക, സർപ്പമായി വന്ന് നിന്നെ കുത്തും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, മുഖത്തും പുറത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിലെല്ലാം ഈ സമ്പത്തിനുള്ള സ്വർണത്തിന് 20 മിസ്കാല് 10 പവൻ സ്വർണമുള്ള പെണ്ണ് സക്കാത്ത് കൊടുത്തില്ല. 2% 10 പവന് മുകളിൽ 20 മിസ്കാലിന് മുകളിലുണ്ടെങ്കിൽ 2% സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുത്തില്ല. അത് ലോക്കറിൽ കൊണ്ടുപോയി വെച്ച് ഭർത്താവ്, വാപ്പ കൊണ്ടുപോയി വെച്ച് മകളത് കൊടുത്തില്ല എങ്കിൽ ഇവരെയൊക്കെ ഈ സ്വർണം നരകത്തിന്റെ തീക്കട്ടയായി നാളെ ചൂട് വെക്കപ്പെടും. അത് ഒന്നാമതായി വെക്ക് എവിടെ അറിയാം? മുഖത്ത് വെക്കുന്ന പറഞ്ഞത് ചൂട്. അല്ലാഹു തആല അപമാനിക്കുമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് മാ ആതൈതും മിൻ സകാത്തിൻ യുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ആരെങ്കിലും
സകാത്ത് നൽകിയാൽ യുൽഇഫൂന അല്ലാഹു അവർക്കത് ഇരട്ടിയായി നൽകും, ഇരട്ടിയായി നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശുദ്ധീകരിക്കണം. നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കുന്ന മാസമാണ്, കഴുകി വൃത്തിയാക്കുന്ന മാസമാണ് റമദാൻ. അത് വൃത്തിയാകണമെങ്കിൽ ആദ്യം സമ്പത്ത് വൃത്തിയാകണം, ശുദ്ധീകരിക്കണം. അതുകൊണ്ട് കൃത്യമായി കണക്ക് വെക്കുക, സമ്പത്തിന്റെ കൃത്യമായി വരുമാനത്തിന്റെ കണക്ക് വെക്കുക. ആ വരുമാനത്തിന് അത് നിസാബ് തികഞ്ഞാൽ, അതിന്റെ തോത് തികഞ്ഞാൽ അതിന് 2.5% സകാത്ത് കൊടുക്കുക. 20 മിസ്കാൽ ഉണ്ടെങ്കിൽ 10 പവൻ ഉണ്ടെങ്കിൽ 2.5%, 2 പവനല്ല 2.5% സ്വർണത്തിന്റെ സക്കാത്ത്. വരുമാനത്തിന്റേത്, നാണയത്തിന്റേത് 590 ഗ്രാം വെള്ളിയുടെ നിസാബ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 4000 രൂപ ചെലവൊക്കെ കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അതിന് 2.5% സക്കാത്ത് കൊടുക്കണം. 2.5% ചെറിയ സംഖ്യ ഉണ്ടാവുള്ളൂ. അത് മനസ്സറിഞ്ഞ് അത് വേറൊരു കൊടുക്കല്ലേ വേണം, അത് സക്കാത്ത് കമ്മിറ്റിക്ക് കൊടുക്കാം. ബാക്കി 96% അതിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അതാണ് സ്വതക്ക. അത് ഐച്ഛികമായ സ്വതക്ക. വെറും സ്വതക്ക മാത്രം നൽകി സക്കാത്ത് നൽകാതെ ആ നൽകിയതും വെറുതെയാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല മനസ്സും ശരീരവും സമ്പത്തും ശുദ്ധീകരിച്ച് ശുദ്ധമായ പ്രകൃതിയോടുകൂടി മരണപ്പെട്ടു പോകാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പത്രം ഒരു സർവേ നടത്തി. ആ സർവേ മലയാളികൾക്കിടയിലാണ് നടത്തിയത്. അവരുടെ ജീവിതത്തിന്റെ സംതൃപ്തിയും സന്തോഷവും ഏതെല്ലാം വിഷയത്തിൽ എത്രയൊക്കെ ഉണ്ട് എന്നാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം നടത്തിയ ഒരു സർവേ. അതിൽ കിട്ടിയ കണക്ക്, മലയാളിക്ക് ഏറ്റവും ആശങ്ക ജീവിത ചെലവിനെ കുറിച്ചാണെന്നാണ്. ജീവിത ചെലവിനെ കുറിച്ചാണ് അത്ര ഏറ്റവും വലിയ ആശങ്കയുള്ളത്. സാമൂഹിക മേഖലകളിൽ 1/3 അവകാശപ്പെടുന്ന മലയാളികളുടെ സന്തോഷ സൂചിക 10ൽ 4.4 മാത്രം. സന്തോഷിക്കുന്ന മലയാളി എത്ര ഉണ്ട്? അത് 10ൽ അതിന്റെ സൂചിക 10ൽ 4.4 മാത്രം സന്തോഷിക്കുന്ന മലയാളി. ഏറ്റവും കൂടുതൽ ആശങ്ക ജീവിത ചെലവിനെ സംബന്ധിച്ചാണെന്നാണ്. എന്തുകൊണ്ടാണ് ഇത് വന്നത്? നമ്മുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിൽ വന്ന തകരാറാണ്. ഇപ്പൊ നോമ്പിന് വരെ നമ്മൾ എന്താ പറയാ? സാധാരണക്കാരന്റെ നാവിന്ന് വന്ന വാക്ക്, എങ്ങനെ പടച്ചോനെ നോമ്പ് വിൽക്കുക, എന്താ ഭക്ഷണ സാധനത്തിന്റെ വില, എന്താ സാധനങ്ങളൊക്കെ വില, എങ്ങനെ നോമ്പ് വിൽക്കുക. ഇത് നോമ്പും ഈ കാഴ്ചപ്പാടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഭക്ഷണം കുറക്കാൻ പറഞ്ഞ മാസമാണ് റമദാൻ. ഭക്ഷണ ചെലവ് കുറക്കാൻ പറഞ്ഞ മാസം ഭക്ഷണ ചെലവ് കൂടി. ശഅബാനിലുള്ളതിനേക്കാൾ ചെലവ് റമദാനിൽ കൂടാൻ പാടുണ്ടോ? കൂടിയാൽ ഈ നോമ്പ് വെറുതായില്ലേ? ഭക്ഷണം കുറയ്ക്കേണ്ട മാസം ഭക്ഷണത്തിന് ചെലവ് കുറയണം. ശഅബാനിലേക്കാൾ റമദാനിൽ ഭക്ഷണത്തിന് ചെലവ് കുറയണം. വില കൂടിയാലും പ്രശ്നമില്ല, അങ്ങനെ കാണേണ്ടത്. എങ്ങനെ നോമ്പ് എടുക്കാന്നല്ല, വില കൂടിയാലും ഭക്ഷണം കുറച്ചു മതി. ഭക്ഷണം കുറക്കേണ്ട മാസമാണ്. അതുകൊണ്ട് റമദാനല്ലേ, ടെൻഷനില്ല. ഇനി റമദാൻ കഴിയുമ്പോഴേക്ക് നോക്കിയാൽ മതി. ഇങ്ങനെ കാഴ്ചപ്പാട് വേണ്ടത്. അപ്പൊ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ വന്ന വ്യത്യാസമാണ് ഇതൊക്കെ. സാമ്പത്തികമായ കാര്യങ്ങളിൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിപ്പിച്ച് നഷ്ടം വരുത്തി അവസാനം ഞാൻ സക്കാത്തിന് അവകാശമൊന്നും, എനിക്ക് സക്കാത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് സംതൃപ്തി അടഞ്ഞ് ഞങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ, ഞങ്ങൾക്ക് കിട്ടേണ്ട ആൾക്കാരാണ് എന്ന ഒരവസ്ഥ മാറണം. ഈ പള്ളിയിൽ ജുമാഅത്ത് പങ്കെടുക്കുന്ന ഈ പ്രദേശത്തുകാരായ മുഴുവൻ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാം പറഞ്ഞ ഒരു മുസ്ലിമിന്റെ ഇസ്സത്ത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. എപ്പോഴും കാത്തു സൂക്ഷിക്കണം. എന്നും നമുക്ക് എന്തെങ്കിലും പട്ടിണിയും പരിവട്ടവും നമ്മുടെ ജോലി സംബന്ധമായ പ്രത്യേകമായ സാഹചര്യങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് വേറൊരു മേഖല കണ്ടുപിടിക്കണം.
ഇവിടെ പ്രയാസം വരുമ്പോ, തീരദേശത്ത് പ്രയാസം വരുമ്പോ മറ്റൊരു മേഖല കണ്ടുപിടിക്കണം, അപ്പുറത്തേക്ക് പോകണം. എന്നിട്ട് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. എന്നും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന, എന്നും ഇങ്ങോട്ട് വാങ്ങുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് നേരെ നിന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ഈ മിമ്പറയിൽ വെച്ചല്ലേ അത് പറയേണ്ടത് സഹോദരങ്ങളെ. നമുക്കുണ്ടാകുക, നമുക്ക് ഉയർച്ച വേണം, നമുക്ക് പുരോഗതി വേണം. നമ്മൾ എന്നും മുന്നിൽ നിൽക്കണം, എന്നും താഴെ നിന്ന്, എന്നും മുകളിൽ നിന്ന് താഴെ നിൽക്കുന്നവരായി നമ്മൾ മാറിക്കൂടാ. നമ്മൾ മുകളിലേക്ക് വരണം. അതിന് നമുക്ക് പ്രോത്സാഹനം വേണം, അതിന് നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടണം. ആ നിർദ്ദേശമാണ് ഞാൻ നൽകുന്നത്. മറ്റൊന്നുമായി ഈ വാക്കിനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങോട്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉൾപ്പെടുത്തുകയാണ്. എന്നിട്ട് എന്നും അഭിമാനത്തോടെ നിൽക്കാൻ, എന്നും നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ ഒരു മനസ്സ് നമുക്ക് വേണം. ഇവിടെ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വളരെ ആവശ്യമുണ്ട്. നമുക്ക് ഈ നമ്മുടെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് പള്ളിയിലേക്ക് ഒരുപാട് സ്ത്രീകൾ നമ്മുടെ പള്ളിയിൽ വരുന്നുണ്ട്. പള്ളിയിലേക്ക് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. പലരും പ്രയാസത്തോടുകൂടി പള്ളിയിൽ ജമാഅത്തിന് വരാൻ സാധിക്കാതെ പ്രയാസപ്പെട്ട് നമ്മളോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ പള്ളിയുടെ ആളുകൾ ഈ ഭാഗത്ത് ഇപ്പോൾ മഴ പെയ്താൽ ഇവിടെ വെള്ളം വീഴും. അതുകൊണ്ട് മഴ പെയ്താൽ കൊള്ളാതെ ഒന്ന് മറച്ച് ഒന്ന് റെഡിയാക്കി ഒരു ഷെഡാക്കി ഇവിടെ മാറ്റാൻ ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ചുരുങ്ങിയത് 10,000 രൂപയാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞാൻ പറയാം. വല്ലദീന യുഅ്തൂന, ഒരു കൂട്ടം ആളുകൾ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന, പലരെയും പിന്നിലാക്കി മുന്നിലേക്ക് ഓടിപ്പോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയാം. പലരെയും പിന്നിലാക്കി മുന്നിലേക്ക് കുതിച്ചുപായുന്ന ചില ആളുകളെ കുറിച്ച് ആയത്ത് പറയാം. വല്ലദീന യുഅ്തൂന, ഒരു കൂട്ടരാണ്, അവർ നൽകും. മാ അതൗ, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ നൽകും. ഖുലൂബുഹും വജിര, എങ്ങനെ നൽകുന്നത്? ഹൃദയത്തിൽ ഭയത്തോടുകൂടി നൽകും. എന്താണ് ആ ഭയം? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഇതെല്ലാം വിട്ട്, എന്റെ സ്വത്തും മുതലും എല്ലാം വിട്ട്, ഇതെല്ലാം ഉപേക്ഷിച്ച്, ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും ശരി, എത്ര ടെൻഷൻ സഹിച്ചുണ്ടാക്കിയാലും ശരി, എന്റെ ഈ മുഴുവൻ സമ്പത്തും വിട്ട് എന്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങിപ്പോകേണ്ടവനല്ലേ? 3 കഷ്ണം തുണി മാത്രമായി പോകേണ്ടവനല്ലേ? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, എന്റെ മരണവാർത്ത കേട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാനുള്ള സമയം അതാണല്ലോ ഇനി ആവാനുള്ളത്. അതുകൊണ്ട് അന്നഹും ഇലൈഹി റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ഭയത്താൽ അല്ലാഹു നൽകിയതിൽ നിന്ന് നൽകുന്ന ആളുകൾ, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മകളിൽ മത്സരിച്ചു മുന്നേറുന്നവർ. വഹും ലഹാ സാബിഖൂൻ, അവരാണ് പലരെയും പിന്നിലാക്കി മുന്നിലേക്ക് കുതിച്ചു പായുന്നവർ. അള്ളാന്റെ ഖുർആനിന്റെ ആയത്താണ് വഹും ലഹാ സാബിഖൂൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, നമ്മൾ ആരെങ്കിലും ഒരാൾ ഞാനത് നൽകാം എന്ന് പറഞ്ഞാൽ അത്രയും കാലം ഈ പള്ളിയിൽ നമ്മൾ സ്ത്രീകൾ വന്ന് നമസ്കരിക്കുന്നതിന്റെ സുജൂദിന്റെ കൂലി പരലോകത്തേക്ക് നമുക്ക് കിട്ടും. ഒരാൾ വിചാരിച്ചു ആ 10,000 ഞാൻ നൽകാം. കണ്ടോ, ഏത് നിജത്തിൽ, ഈ ഒരേ ഒരു നിജത്തിൽ സ്വകാര്യമായി ഇതുമായി ബന്ധപ്പെട്ട ആളോട് പറയുന്നു, ഇനി വേറെ ആളുകൾ പറയണ്ട. ആ ഒരു വ്യക്തി ഈ പള്ളിയിൽ എത്ര കാലം ഈ പള്ളി നിലനിൽക്കുന്നു, അത്രയും കാലം എത്ര സുജൂദാണ് ആ സ്ഥലത്ത് വീഴാൻ പോകുന്നത്, ആ സുജൂദിന്റെ മുഴുവൻ കൂലിയും ഇയാളിലേക്ക് വന്നു ചേരും. നൽകാൻ ഒരാൾ വിചാരിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് ചിലവാക്കാനുള്ളതാണ് നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത്. അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയാൽ അതാണ് ധൂർത്ത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ധൂർത്തടിച്ച് അനാവശ്യമായി സമ്പത്ത് ചിലവാക്കി ആവശ്യത്തിന് നൽകാതിരിക്കുന്ന അവസ്ഥ, അത്തരം അവസ്ഥയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാൻ അള്ളാഹു തആല വിശാലമായ മനസ്സ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട്, അശ്രദ്ധ കൊണ്ട് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല അവന്റെ മഹത്തായ ഫള് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികൾ അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുടെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് നമ്മുടെ പ്രദേശത്തെ ഒരു പ്രവർത്തകന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മസ്ജിദുൽ ഹുദയിലെ ആദ്യത്തെ ഖത്തീബായിരുന്ന നമ്മുടെ ഫാറൂഖി, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇതേപോലെ ഒരു രോഗി വളരെ പ്രയാസപ്പെട്ട് രോഗിയായി കിടക്കുന്നത് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ.
ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പോരായ്മകൾ പരിഹരിച്ച് പൂർണ്ണമായ പ്രതിഫലം നൽകി നമ്മുടെ ഇബാദത്തുകളെ, നമ്മുടെ അമാലുകളെ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ധാരാളമായി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകത്ത് മരിച്ചു പോകുന്ന സമയത്ത് നമ്മളെ പൊതിയുന്ന 3 കഷ്ണം തുണിയോടൊപ്പം നമ്മുടെ മുഴുവൻ സമ്പത്തും, നമ്മൾ വിട്ടേച്ചു പോകുന്ന മുഴുവൻ സമ്പത്തും ഹലാലായത് മാത്രം അനന്തരാവകാശികൾക്ക് നൽകി, ഹലാലായ സമ്പത്ത് മാത്രം അനന്തരാവകാശികൾക്ക് നൽകി ഈ ലോകത്തോട് യാത്ര പറയാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഉം മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. ربنا تقبل منا صلاتنا وقيامنا وصيامنا وركوعنا وسجودنا وصدقتنا وزكاتنا وتمم تقصيرنا وقض حوائجنا يا قاضي الحاجات. اللهم اجعل هذا الشهر الشريف رمضان شاهدا لنا ولا شاهدا علينا وحجة لنا ولا حجة علينا. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.